മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. കാരണം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി. അതെ. പിന്നെ മുസ്ലിം ലീഗിന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ മുന്നണി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ചേർന്നിട്ട് ഒരു അവിയൽ പോലത്തെ ഒരു സംവിധാനം ഉണ്ടാക്കും. അത് സ്വതന്ത്രന്മാരായിട്ട് മത്സരിക്കും. CPM-കാർ സ്വതന്ത്രന്മാരായിരിക്കും, കോൺഗ്രസ്സുകാർ സ്വതന്ത്രന്മാരായിരിക്കും. പിന്നെ മറ്റ് പ്രത്യേകിച്ച് രാഷ്ട്രീയ ഇതൊന്നും ഇല്ലാത്ത, അഫിലിയേഷൻ ഇല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ലീഗിലെ വിമതന്മാർ, ഇവരും കൂടി എല്ലാം കൂടി ചേർന്നിട്ട് ഒരു മുന്നണി ഉണ്ടാക്കി ഒരു ചിഹ്നത്തിൽ ഒരു മുന്നണി, ജനകീയ മുന്നണിയെന്നോ എന്തെങ്കിലും ഒരു പേരിട്ടിട്ട് മത്സരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇത്തവണ അത് പഴയ പോലെ ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അവിടെ ലീഗ് ഇതരരും തമ്മിലാണ് മത്സരം. മാത്രമല്ല, ഈ ഏത് തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ പാർട്ടികൾക്ക് മലപ്പുറം ജില്ലയിൽ മാർക്സിസ്റ്റുകാർ വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് വോട്ട് ചെയ്യുന്നൊരു വിഭാഗം മലപ്പുറത്തെ കോൺഗ്രസ്സുകാരാണ്. കാരണം കോൺഗ്രസ്സുകാർ അത്ര വലിയ ലീഗ് വിരോധികളാണ്. കോൺഗ്രസിൻ്റെ മുഖമുദ്ര ലീഗ് വിരോധമാണ്. ലീഗിനോടുള്ള എതിർപ്പുകൊണ്ടാണ് ആളുകൾ കോൺഗ്രസ്സിൽ ചേരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി മലപ്പുറം ജില്ലയ്ക്കുണ്ട്. പിന്നെ ഇത്തവണത്തെ ഒരു പുതിയ വിഷയം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സഖ്യമാണ്. അതെ അതെ അതെ. അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സഖ്യത്തിൻ്റെ ആവശ്യമില്ല. കാരണം കോഴിക്കോട് ജില്ലയിലാണെങ്കിലും മലപ്പുറം ജില്ലയിലാണെങ്കിലും ലീഗിൻ്റെ കോട്ട കോത്തളങ്ങളൊക്കെ വളരെ ശക്തമാണ്. അവിടെ ആരുടെയും സഹായമില്ലാതെ, കോൺഗ്രസിൻ്റെയും സഹായം കൂടാതെ, വെൽഫെയർ പാർട്ടിയുടെ SDPI ആരുടെയും പിന്തുണ കൂടാതെ ലീഗിന് ജയിക്കാവുന്നുള്ളൂ. മലപ്പുറം മുനിസിപ്പാലിറ്റി, മഞ്ചേരി മുനിസിപ്പാലിറ്റി, തിരൂർ മുനിസിപ്പാലിറ്റി, ഇതൊക്കെ അവർക്ക് പാട്ടുപാടി ജയിക്കാവുന്ന സ്ഥലം. അവിടെ ഈ വെൽഫെയർ പാർട്ടിയെ കൂട്ടേണ്ട ഒരു കാര്യമില്ല. എന്നാലും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ, ഈ ഇർക്കിലി പാർട്ടികളെയൊക്കെ കൂട്ടി അവരെ കൂട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ വെൽഫെയർ പാർട്ടിയേക്കാളും എത്ര വോട്ടുള്ള പാർട്ടിയുടെ SDPI, എന്നാൽ പിന്നെ SDPI കൂട്ടിയാൽ പോരെ. എന്താ SDPI കൂട്ടാത്തെ? അത് തീവ്രവാദ പ്രസ്ഥാനക്കാരുടെ പാർട്ടിയാണ്. അതുമായിട്ട് ചേർന്ന ലീഗിൻ്റെ ഈ സെക്കുലർ ക്രെഡൻഷ്യലിന് വലിയൊരു തകരാറ് സംഭവിക്കും. ലീഗ് മതേതര സമീപനം പുലർത്തുന്ന സാമുദായിക പാർട്ടിയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ SDPI-യുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല, SDPI ആയിട്ട് കൂട്ടുകൂടുന്നില്ല. അങ്ങനെയാണെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല, പക്ഷേ കൂട്ടുകൂടുന്നു. ഈ മുസ്ലിം ലീഗിൻ്റെ താല്പര്യപ്രകാരമാണ് കോൺഗ്രസ് അടക്കം വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യം ചേരാൻ നിർബന്ധിതമാകുന്നത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഈ തിരൂരിനടുത്ത് വെട്ടം എന്നൊരു പഞ്ചായത്തുണ്ട്. എനിക്കോട് ഈ നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കൃത്യമായിട്ട് സ്ഥലം വെട്ടത്താണ്. അതെ. ഇപ്പോഴത്തെ തുഞ്ചൻ പറമ്പിരിക്കുന്നത് ഈ തിരൂർ മുനിസിപ്പാലിറ്റിയിലാണ്. ഈ വെട്ടം അതിൻ്റെ അടുത്തുള്ളൊരു പഞ്ചായത്താണ്. ഈ വെട്ടം പഞ്ചായത്ത് മാത്രം നോക്കിയാൽ മതി. അവിടെ ഉള്ള പഞ്ചായത്ത് ഡിവിഷനുകൾ, അതിൽ ബഹുഭൂരിപക്ഷം ലീഗ് തന്നെ മത്സരിക്കുന്നു. 5 or 6 എണ്ണം കോൺഗ്രസ്സിന് കൊടുക്കുന്നു. ഈ കോൺഗ്രസ്സിന് കൊടുത്ത സ്ഥലത്ത് അതിൽ നിന്ന് 2 വെൽഫെയർ പാർട്ടി കൊടുത്തിരിക്കും. 2 സ്ഥലത്ത് വെൽഫെയർ പാർട്ടിക്കാർ ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ മത്സരിക്കും. അതുകൂടാതെ ഈ കോൺഗ്രസ്സിന് കൊടുത്ത സീറ്റിൽ തന്നെ 2 ലീഗുകാർ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കും. ഇങ്ങനെ മൊത്തം ലീഗ് മയമാണ്. പിന്നെ കോൺഗ്രസ്സുകാർക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ മിക്കവാറും 0-അടുത്ത ഒരു നമ്പർ മാത്രമാണ് അവർക്ക് കിട്ടിയത്. ഇത് വെട്ടത്തിൻ്റെ മാത്രം കഥയല്ല, മിക്കവാറും എല്ലാ സ്ഥലത്തും ഇതൊക്കെ തന്നെ ആവർത്തിക്കും. പക്ഷേ ഇത് മലപ്പുറം ജില്ലയിൽ ഗുണമാണോ ദോഷമാണോ ചെയ്യുക എന്നുള്ളതല്ല പ്രശ്നം. മലപ്പുറത്തിന് പുറത്ത് 13 ജില്ലകളുണ്ടല്ലോ, അവിടെയാണ് പ്രശ്നം. അതെ അതെ. ഈ വെൽഫെയർ പാർട്ടിയുമായിട്ട് കൂട്ടുചേരാന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പച്ചയ്ക്ക് കൂട്ടുചേരുക എന്നാണ് അർത്ഥം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് 2 പ്രാവശ്യം നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ ലക്ഷ്യം, അവർ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടില്ല, ദേശീയ പതാക അംഗീകരിച്ചിട്ടില്ല, ദേശീയ ഗാനത്തെ അംഗീകരിച്ചിട്ടില്ല. ഇതൊക്കെ അംഗീകരിക്കുന്നതായിട്ട് അഭിനയിക്കുക മാത്രം ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. അടുത്ത കാലം വരെ ജമാഅത്തെ ഇസ്ലാമിക്കാർ സർക്കാർ ജോലിക്ക് അപ്ലൈ ചെയ്യില്ല. കാരണം സർക്കാർ ജോലി എന്ന് പറയുന്നത് ഈ കാഫറുകളുടെ സർക്കാരുമായിട്ട് സഹകരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് സർക്കാർ ജോലിക്ക് പോകാൻ പാടില്ല എന്നായിരുന്നു ഇവരുടെ സിദ്ധാന്തം. അവർ മതരാഷ്ട്രവാദികളാണ്. ഹുക്കുമത്തെ ഇലാഹി അഥവാ മതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. ആ പാർട്ടിയുമായിട്ട് കൂട്ടുചേരുകയും ഞങ്ങൾ മതേതരന്മാരാണ്, സർവ്വസമുദായ മൈത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ആളുകൾ ആട്ടൂല്ലേ. അതൊരു പ്രശ്നമാണ്. ഇത് മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലോ 2, 3, 4 പഞ്ചായത്തിൽ മാത്രമേ വെൽഫെയർ പാർട്ടിക്ക് വോട്ടുള്ളൂ. അത് തന്നെ വിരലിലുണ്ടാവുന്ന വോട്ടേ ഉള്ളൂ. അതൊരു രാഷ്ട്രീയ ശക്തിയല്ല. പിന്നെ എന്തിനു വേണ്ടി ഇവരുമായിട്ട് കൂട്ടുചേർന്നു എന്ന് ചോദിച്ചാൽ ഈ മുന്നണിയുടെ പ്രതിച്ഛായ വികലമാക്കുക. ഇതിന് ഏതെങ്കിലും ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അബദ്ധത്തിൽ വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ വോട്ട് കിട്ടാതെ ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യം ചേരുക വഴിക്ക് ലീഗ് അവരിയ്ക്കുന്ന കൊമ്പ് മുറിക്കുകയാണ്. അങ്ങനെ ഒരു സഖ്യം അടിച്ചേൽപ്പിക്കുന്നതിലൂടെ കോൺഗ്രസും അതേ പാതകം ചെയ്യുകയാണ്. ലീഗിന് പേടിക്കാനില്ല. ലീഗിന് മറ്റ് സമുദായക്കാരുടെ വോട്ടല്ലല്ലോ, സ്വന്തം വോട്ട് ബാങ്ക് ഉണ്ട്, വോട്ട് ബേസ് ഉണ്ട്. അത് കോഴിക്കോട് ജില്ലയിലുണ്ട്, മലപ്പുറം ജില്ലയിലുണ്ട്, കണ്ണൂർ ജില്ലയിലും അത്യാവശ്യമുണ്ട്.
ഈ അത്യുത്തര കേരളം എന്ന് പറയുന്ന ഹോസ്ദുർഗിനപ്പുറമുള്ള താലൂക്കുകളുണ്ട്. അതായത് നമ്മുടെ മഞ്ചേശ്വരം, കാസർഗോഡ് പോലെ അവിടെയൊക്കെ ലീഗിന് വോട്ട് കിട്ടും. ലീഗിന് പ്രശ്നമില്ല. പക്ഷേ ഈ പ്രശ്നം കിടക്കുന്നത് കോൺഗ്രസ്സിനാണ്. കോൺഗ്രസ്സുകാരിത് ജനങ്ങളോട് എങ്ങനെ വിശദീകരിക്കും? കോൺഗ്രസിൻ്റെ അണികളോട് എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കും? അപ്പോൾ സംഗതി പ്രശ്നവും മാത്രമല്ല, ഇത് 2, 3, 4, 5 പഞ്ചായത്തിലാണ് സഖ്യം ചേർന്നിട്ടില്ലെങ്കിലും ഇതൊരു ആഗോള പ്രശ്നമാക്കി വലിയ മതേതരത്വത്തിന് ജനാധിപത്യത്തിനെതിരായ വലിയൊരു ഭീഷണിയായിട്ട് പാടി പ്രചരിപ്പിക്കാൻ CPM മെഷീനറിയുണ്ട്. ഒരു ഭാഗത്ത് CPM പ്രചരിപ്പിക്കുന്നു, മറുഭാഗത്ത് BJP പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, ഈ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നോ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽ നിന്നോ അന്യതാ UDF കിട്ടാവുന്ന ഒട്ടേറെ വോട്ടുകൾ UDF കിട്ടുകയില്ല. അതിൻ്റെ വലിയൊരു ഭാഗം LDF പോവും, ചെറിയൊരു ഭാഗം BJP പോവും. അപ്പോൾ ഇതിൻ്റെ പരിണതഫലം എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ ലീഗ് ജയിക്കും, UDF ജയിക്കും. ഒരു പക്ഷേ വയനാട് ജില്ലയിലും അവർക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റിയേക്കും, അത് ഉറപ്പൊന്നുമില്ല. മറ്റ് ജില്ലകളിൽ ഇത് വിപരീതമായ റിസൾട്ട് ഉണ്ടാക്കും. അതാണ് പ്രശ്നം. മലപ്പുറം ജില്ല മാത്രമേ ജയിച്ചാൽ പോരല്ലോ, വേറെ കേരളത്തിൽ 13 ജില്ലകളുണ്ട് എന്ന കാര്യം ഇവർ ഓർക്കില്ല. അത് നിയമസഭയിലും തുടർന്നും പ്രതിഫലിക്കാനുള്ള സാധ്യതയും ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ സാർ? തീർച്ചയായിട്ടും. ഇത് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ അല്ലല്ലോ പ്രധാനം. 3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇത് വച്ചിട്ട് ഈ CPMകാർ പരമാവധി അർമാദിക്കും. ഇതാ വെൽഫെയർ പാർട്ടിയുമായി സഖ്യം, ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യം, മതരാഷ്ട്രവാദികളുമായിട്ട് സഖ്യം എന്ന് പറഞ്ഞ് ഇവരിവിടെ ഇത് പാടി പൊലിപ്പിക്കും.